നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം 2026 വർഷം മെയ് 14 മുതൽ 31 വരെയുള്ള വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഈ വിശാഖം നക്ഷത്രക്കാരുടെ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനകരവും സന്തോഷകരവുമായിട്ടുള്ള ജീവിതം ഇവർക്ക് നയിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതുമൂലം ഇവരുടെ ജീവിതത്തെ ഒരു അടുക്കും ചിട്ടയോടെ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് വിശാഖം നക്ഷത്രക്കാരിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുകയാണ്. ഈ സമയത്ത് വിശാഖം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ വളരെ അത്യഭൂതപൂർവമായിട്ടുള്ള പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഒക്കെ അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ ഏതുമായിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ ഒരു തൊഴിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ബിസിനസ്സും നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ കർമ്മം അതേതായാലും അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ഉണ്ടാവുന്നതാണ്. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആഗ്രഹിക്കുന്ന ആശയങ്ങളും എല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പോസിറ്റീവ് എനർജികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം വെറുതെ ഇരിക്കാതെ ഇനി വരുന്ന സമയങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഭാവിയിലേക്ക് വളരെ നല്ലൊരു സമയമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ചെറിയ അസൂയയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുകയാണ്. ഇവരെക്കാളും വലിയ രീതിയിൽ ഞാൻ എത്തും, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ അഭിനന്ദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നല് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അവസരങ്ങള് പരമാവധി നിങ്ങൾക്ക് ഈ സമയത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഒരുപാട് അവസരങ്ങൾ വരികയും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുപരി നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറി കിട്ടുന്നതാണ്. ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിണങ്ങി നിന്ന പല ആളുകളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്നുണ്ട്. ചില അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ ഒരു വിയോഗം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അത് ചെറിയൊരു മനോവിഷമത്തിന് ഇടയാക്കുന്നുണ്ട്. നിങ്ങളുടെ അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും ഒക്കെ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതിലേക്ക് വഴിയൊരുക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ചില വാക്കുകളിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. അത് വളരെയധികം വിജയത്തിലെത്തുന്നതാണ്. സർവകാര്യ വിജയം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആത്മാഭിമാനം ഒക്കെ തോന്നുന്നതാണ്. അതായത് ഒരാൾ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഗഹനമായി ചിന്തിക്കുകയും അതിലൂടെ പ്രവർത്തിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് വിജയം വന്നെത്തുകയും ചെയ്യുന്നതാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങുന്ന ഒരു സമയമാണ്. വാഹനം ഇല്ലാത്തവർക്ക് വാഹനമൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ്. വാഹനഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ്. പുതിയ ആശയങ്ങളൊക്കെ സ്വീകരിക്കാനൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കഴിയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ അധികാരപരിധി വർദ്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു തൊഴിലിൽ നിന്ന് നിങ്ങൾ ഒരു പടി മേളിലേക്ക് പോവുകയാണ്. പ്രൊമോഷനൊക്കെ ലഭിക്കുകയാണ്. ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചുറപ്പിച്ചാൽ അതിലും മേലെ നിങ്ങൾക്ക് ചെയ്ത് അത് നന്നായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വളരെയധികം കാര്യനിർവഹണ ശേഷിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പക്വതയോടെയുള്ള ഒരു പ്രവർത്തനം ഏതൊരു കാര്യത്തെയും ലാഘവത്തോടെ നിങ്ങൾക്ക് നേരിട്ട് അത് വിജയിപ്പിക്കുവാൻ കഴിയുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ച് പല ആളുകളും വളരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. കൂടാതെ കലാകായിക രംഗത്തുള്ളവർക്ക് വളരെ നല്ലൊരു സമയമാണ്. കലാരംഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് തൃപ്തിയായിട്ടുള്ള ഉദ്യോഗം അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട്
ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ആ ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരുടെ മെയ് 14 മുതൽ 31 വരെയുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് വിശാഖം നക്ഷത്രക്കാർ പോകുന്നത്. ചില ആളുകൾക്കൊക്കെ ഇതിലൊരു മൗഢ്യമൊക്കെ വരുന്നുണ്ട്. അതായത് ഇവര് പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് ഫലങ്ങളൊന്നും കിട്ടാതെ വരുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ ഈ സമയത്ത് തേടി വരുന്നുണ്ട്. അതുകൊണ്ട് ആ അവസരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ വിശാഖം നക്ഷത്രക്കാരെല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.